ഹായ്, കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ്, അതായത് ലേഡീസ് മാത്രമുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയത്. കെങ്കേരിയിൽ നിന്നാണ് ഞങ്ങൾ കയറിയതിട്ടാ. നമ്മളെ സന്തോഷമാണ് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ബാക്കി എല്ലാവരും ബസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ടായിരുന്നു കേട്ടോ ഇരുന്നേച്ചത്. കാരണം ഒരു വൺ ഡേ അടിച്ചു പൊളിക്കാൻ തന്നെ പ്ലാൻ ചെയ്താണ് എല്ലാവരും വന്നത്. കുറച്ച് പേർക്കൊക്കെ മിസ്സായി, കാരണം സാറ്റർഡേ അല്ലേ, വർക്കിംഗ് ആയിരുന്നല്ലോ. സൺഡേ നമ്മൾ നോക്കിയപ്പോൾ ഓശാന ഞായറാണ്, അപ്പോൾ കുറേ ക്രിസ്ത്യൻസിനൊക്കെ പള്ളിയിലൊക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സാറ്റർഡേ പ്ലാൻ ചെയ്തത്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിങ്ക് ആയിരുന്നു കേട്ടോ ഡ്രസ് കോഡ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ സാരഥി ഇദ്ദേഹമാണ്, പുള്ളി എനർജറ്റിക് ആയിരുന്നു. ഇത് ബീന ചേച്ചിയുടെ അമ്മ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു കേട്ടോ അതിൽ. അങ്ങനെ പ്രായഭേദം എന്നെ എല്ലാവരും എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ കഴിഞ്ഞ സാറ്റർഡേ. പിന്നെ അങ്ങോട്ട് തിമിർത്തു, ഡാൻസായിരുന്നു എല്ലാവരും തന്നെ. ഏജൊന്നും വലിയ വിഷയമല്ലായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും രാമനഗരം റിസോർട്ട് വരെ ഡാൻസും പാട്ടും തന്നെയായിരുന്നു. രാമനഗരയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വില്ലേജ് ഏരിയയിലായിരുന്നു കേട്ടോ ഈ റിസോർട്ട്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും കൃഷിപ്പാടങ്ങളൊക്കെ ആയിരുന്നു. തെങ്ങിൻ തോപ്പ്, കവുങ്ങും തോപ്പ്, പിന്നെ നെൽകൃഷി, ചോളത്തിൻ്റെ കൃഷിയൊക്കെ കാണാമായിരുന്നു കേട്ടോ. പിന്നെ വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ പഴയ വീടുകളൊക്കെ, അതായത് കർണാടക സ്റ്റൈലിലുള്ള വീടുകളൊക്കെ കണ്ടു. അങ്ങനെ ആസ്വദിച്ചാട്ടോ ഞങ്ങൾ പോയത്. പാട്ടും ഡാൻസും ഒക്കെ തകൃതിയായി അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്കിങ്ങനത്തെ വ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതാ ആടുകളും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് തന്നി വില്ലേജ്, ഗ്രാമപ്രദേശമായിരുന്നു കേട്ടോ. അപ്പോൾ റോഡൊക്കെ ഭയങ്കര നാരോ ആയിരുന്നു. അപ്പോൾ പഴയ കാലത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇത്. അത്ര ഡെവലപ്പല്ല ഈ ഏരിയയൊന്നും. ബിടതി കഴിഞ്ഞ് അങ്ങോട്ട് തനി കർഷക ഗ്രാമങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാന്തോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടമായ മാങ്ങകളൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. ഞങ്ങൾ പോയ റിസോർട്ടാണെങ്കിലും മാംഗോ ഫോറസ്റ്റ് എന്ന് തന്നെയാണ് പേര്. അതുപോലെ തന്നെ മാംഗോ കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. അത്ഭുതം തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അത് ഹൈറ്റൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ബഡ് ചെയ്തിട്ടുള്ള മാവാണ്. ഇത് കണ്ട നിറച്ച് മാംഗോസാണ്. ഞങ്ങൾ അവിടെ എത്തി, എല്ലാവരും പുറത്തിറങ്ങി. അപ്പോൾ ബസ് ദൂരെ എങ്ങാണ്ട് പാർക്ക് ചെയ്യുക കേട്ടോ ചെയ്തത്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് പോയത്. മാംഗോ ഫോറസ്റ്റ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ എൻട്രി ഒക്കെ ചെയ്യണമായിരുന്നു. പിന്നെ നമുക്ക് അവർ ടാഗൊക്കെ തരും കയ്യിൽ കെട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ കെട്ടിയിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക്. അതിനു മുമ്പ് അതാ ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. എന്തുമാത്രം ഫോട്ടോസും വീഡിയോസും എടുത്തതെന്ന് ഒരു കയ്യും കണക്കുമില്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുക, ആ ഫോട്ടോസ് കണ്ട് ആസ്വദിക്കുക. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ലേഡീസിൻ്റെ ഒരു ആനന്ദം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ടാഗ് കിട്ടും കേട്ടോ. അതായത് നമ്മൾ പേ ചെയ്ത് ചെല്ലണതല്ലേ. അകത്തൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് എല്ലാ ഏരിയാസും. ഫുഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല റഷായിരുന്നു. സാറ്റർഡേ ആണ്. പിന്നെ ഒരുമാതിരി സ്കൂളുകളൊക്കെ അടച്ചല്ലോ, വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തിരക്കായിരുന്നു. ഞങ്ങൾക്ക് റൈഡുകളിലൊക്കെ കയറാൻ തന്നെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മളൊക്കെ ലേഡീസൊക്കെ അല്ലേ, കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടല്ലോ കയറി പോകാനൊക്കെ. അപ്പോൾ എന്തായാലും മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ ആടിപ്പാടി ഒരു ദിവസം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ടെൻറ്റ് ഹൗസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല അടിപൊളി ടെൻറ്റ് ഹൗസൊക്കെ ഇതാ ഇതുപോലെ. അതിലൊക്കെ നമുക്ക് റെൻ്റൊക്കെ എടുക്കാം. ടെൻറ്റ് ഹൗസൊക്കെ രാത്രിയിൽ സ്റ്റേ ചെയ്യാനും. അല്ലാണ്ട് കോട്ടേജുകളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. വെജും നോൺ വെജും ഒക്കെ അവൈലബിൾ ആയിരുന്നു.
ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് റിസോർട്ടിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ വിസ്മയം വൈഷ്ണവും പറയായിരുന്നു അവർ സ്കൂളിൽ നിന്ന് പണ്ട് പോയിട്ടുള്ള റിസോർട്ടാണ് ഇത് അവരുടെ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരിക കേട്ടോ. ഇന്ന റൈഡ് ഇന്ന സ്ഥലത്ത് ഇതുപോലെ ചെയ്യണം, റൂൾസും റെഗുലേഷൻസും ഒക്കെ. ഇതിലൊക്കെ കയറാനായിട്ട് ഞാൻ ആദ്യം ബെൽറ്റൊക്കെ ഇട്ട് പോയതാട്ടോ. പക്ഷേ 2 സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തലറങ്ങി, ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ. പക്ഷെ നമ്മുടെ ശോഭ ചേച്ചിയും തന്നെയും കംപ്ലീറ്റ് അത് നടന്നു വന്നു കേട്ടോ. സെൽഫി എടുക്കുന്ന അശ്വതി. ആര് സെൽഫി എടുത്താലും എല്ലാവരും കൂടി അതിൻ്റെ ഫ്രെയിമിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഇടിയാട്ടോ. പിന്നെ അന്താക്ഷരി ദംഷ്രാത്തൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ സമയം പോയിട്ടാ. ഫുഡൊക്കെ കഴിക്കുന്നിടത്ത് ഡൈനിങ് ഹാളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവർ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് 400 ഗസ്റ്റ് ഉണ്ട് ഇന്ന് ഞങ്ങളെയും കൂടി കൂട്ടിയിട്ട്. നമ്മുടെ ധന്യ മേഡം ഹോളി കയറി എന്താ പറയുക, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് നടന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ധന്യയും ശോഭ ചേച്ചിയും. പിന്നെ സിപ്പ് ലൈൻ, അതിലൊക്കെ ഞങ്ങളെല്ലാവരും തന്നെ കയറിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ സിപ്പ് ലൈനിൽ കയറുന്നത്. എല്ലാവരും കൂകി വിളിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കൊച്ചു കുട്ടികളെ പോലെ ആയിരുന്നു എല്ലാവരും. അതങ്ങനെ ആയിരിക്കുമല്ലോ, ഇതുപോലെയുള്ള റൈഡുകളിലൊക്കെ കയറുമ്പോൾ നമ്മളും കൊച്ചു കുട്ടികളെ പോലെ ആവുമല്ലോ. ചിലവരൊക്കെ പേടിച്ച് മാറി നിന്നെങ്കിലും ഞങ്ങളെ എല്ലാവരും കൂടി നിർബന്ധിച്ചൊക്കെ കയറ്റിയൊക്കെ വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പാട്ട് മത്സരമൊക്കെ ആയിരുന്നു. ഞങ്ങളവിടെ മലയാളം പാട്ട് പാടുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല, ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ വലിയൊരു പാറയുടെ മൗണ്ടൻ തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ചൂടും ഇങ്ങനെ അടിച്ച് വരികയായിരുന്നു. പിന്നെ ഇൻഡോർ ഗെയിംസ് ഇതുപോലെയുണ്ട്. സ്വിമ്മിംഗ് പൂളിലൊന്നും നമുക്ക് അടുക്കാനേ പറ്റിയില്ല. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് മറ്റേ ടൈറ്റാനിക് മൂവിയിൽ ലാസ്റ്റ് ഷിപ്പ് മറിഞ്ഞു കഴിയുമ്പോൾ വെള്ളത്തിൽ ആളുകൾ കിടക്കില്ലേ, അതേ ഒരു ഫീലായിരുന്നു ആ സ്വിമ്മിംഗ് പൂളിൽ. അങ്ങനെ തിരക്കായിരുന്നു. കോട്ടേജൊക്കെ ആട്ടോ കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നവംബർ, ഡിസംബർ, ജനുവരി ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും അവിടെ. പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ അശ്വതിയാണ് അതിനെ ലീഡ് ചെയ്തത്. അശ്വതി ഒരു ഡാൻസറാണ്. മാംഗോസ് പച്ച മാങ്ങയായിരുന്നു കേട്ടോ. പഴുത്തതൊന്നും പഴുക്കാറായിട്ടില്ല എന്ന് തോന്നുന്നു. കൊല പോലെ തുങ്കിടക്കണാണ്, നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് പറിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എന്നോട് ചോദിച്ചിട്ടാട്ടോ പറിച്ചത്. റെയിൻ ഡാൻസ് ഭയങ്കര തിരക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാൻ സ്ഥലം പോലും ഇല്ല. ഞങ്ങൾ അത് കാരണം റെയിൻ ഡാൻസിലേക്ക് കയറിയില്ല. ഗൈസ് നോക്കൂ, ഒട്ടും സ്ഥലമില്ല. ഒരു ചെറിയ ഏരിയയാണ് അവർ റെയിൻ ഡാൻസിന് കൊടുത്തേക്കുന്നത്. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര തിരക്ക്. നോക്ക്, സൂചി കുത്താൻ ഇടമില്ലാന്ന് തോന്നുന്നു അതിനകത്ത്. നമ്മൾ റെയിൻ ഡാൻസൊക്കെ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടാട്ടോ പോയത്. പക്ഷേ അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യയായി, ഞങ്ങൾ പോരാറായപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. സൺസെറ്റും ആ ലേക്കിൻ്റെ സൈഡിൽ. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വൈകുന്നേരം ഇപ്പോൾ ചൂട് കുറഞ്ഞായിരുന്നു. അപ്പോൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് മഴയും പെയ്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ നല്ല അടിപൊളി സ്ഥലമാണെന്ന്. ആ കാറ്റൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോഴേ. ഞങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും തിരിച്ചു പോരുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്സ് ആയിരിക്കുമല്ലോ. മാക്സിമം ട്രൈ ചെയ്യുക ഇതുപോലെയുള്ള ട്രിപ്പുകളൊക്കെ പോകാനായിട്ട്. നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻ വരുന്നത് നമുക്കൊരു സുഖമല്ലേ. കോളേജ് ലൈഫിലൊക്കെ പോലെ തോന്നി ഞങ്ങൾക്ക് അവിടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 6 o'clock കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു. നല്ല ചൂടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അതല്ലേ ബാംഗ്ലൂരിൻ്റെ. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്തു. ലാസ്റ്റ് മാങ്ങ പറിച്ചുകൊണ്ട് പോകാൻ നോക്കുക. കുറച്ച് പച്ചമാങ്ങയൊക്കെ പറിച്ചുകൊണ്ടാട്ടോ പോന്നേ.
ചമ്മന്തി അരക്കാം, മാങ്ങാക്കറി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് മത്തിയും മീന ഒക്കെ ഇട്ട് വെക്കാം അതൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറിച്ചെടുക്കും. ഇത് കരിമ്പല്ല, ഇത് കരിമ്പല്ല, കരിമ്പല്ല ഇത്. നോക്കട്ടെ, കരിമ്പാണോ? ചോളം, ചോളമാണ് ഗൈസ്. ചോളം കണ്ട, ചോളാണോ ഗോതമ്പാണോ? മഴ പെയ്യണോ? അമ്പലം കണ്ട അതിൻ്റെ മുകളിൽ കയറാനുള്ള ആരോഗ്യമില്ല, അല്ലെങ്കിൽ കയറായിരുന്നു. വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. കുറേ ബസ്സുകളുണ്ട് കേട്ടോ. അതിന് ഭയങ്കര റഷായിരുന്നു, രക്ഷയില്ല. എല്ലാരും കയറിയിരുന്നു ഗൈസ്. അവസരമായി ഗൈസ്, എല്ലാവരും ടയർഡായി. അമ്മ എന്തി